പുതിയൊരു വീട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു 1 ഇയർ മുന്നേ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ ഒരുപാട് പ്രൊജക്ട്സിൻ്റെ വീഡിയോസ് കണ്ടു. അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് വേറെ ആർക്കിടെക്ട്സിനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അതിൽ നിന്ന് പിന്നെ അവസാനം ഫൈനലി നമ്മൾ സാൻഡ് ബിൽഡേഴ്സിന് എത്തുമ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ വളരെ ഇമ്പ്രസീവായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരികയും സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ വളരെ ഇമ്പ്രസീവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രൊജക്റ്റ് ഓക്കെ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ടാണ്. എസ്പെഷ്യലി ഞാൻ പുറത്താണ്, ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വൈഫ് ഒറ്റക്കാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. എനിക്ക് ജസ്റ്റ് വാട്സാപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ലാതെ എനിക്കതിൽ കൂടുതൽ എനിക്കൊരു ആക്സസ് ഇല്ലായിരുന്നു. വൈഫാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ വലിയൊരു എന്താ പറയുക ബേർഡനായിട്ടൊന്നും ഒരു രീതിയിലും തോന്നാത്ത രീതിയിൽ അവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. എല്ലാത്തിനും ക്ലിയറായിട്ട് ഞങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്നും അവർക്ക് എങ്ങനെ അത് കംപ്ലീഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അവർക്ക്. അതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ഡിസൈൻസ് പറഞ്ഞപ്പോൾ നമുക്കൊരു ട്രോപ്പിക്കൽ കണ്ടംപററി മിക്സ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ അവരോട് പറഞ്ഞിരുന്നത്. ബാക്കി എല്ലാ പ്ലാനിങ്ങും എല്ലാം നമുക്ക് 3D ആദ്യം അയച്ചു തന്നപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് 3D അയച്ചപ്പോൾ തന്നെ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. ആൻഡ് പിന്നെ നോർമലി കാണുന്ന ഒരു ഡിസൈൻസിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഡിസൈനായിട്ട് നമുക്ക് തോന്നി ഇത്. പിന്നെ നമ്മൾ പറഞ്ഞത് നമുക്ക് കുറച്ച് ചെടികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ എല്ലാം നമ്മുടെ ഈ പാഷ്യോസ് ആണെങ്കിലും എല്ലാം പ്ലാൻ ചെയ്തതും നമുക്കതൊക്കെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ ഒത്തിരി വളരെ സ്മൂത്തായിരുന്നു. പിന്നെ വളരെ എസ്പെഷ്യലി പറയാവുന്ന വർക്കേഴ്സും ഇവരുടെ എല്ലാം വളരെ പ്രൊഫഷണലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. നമ്മൾ സൈറ്റിൽ വരുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെ പ്രൊഫഷണലായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതേത് സമയത്തും അവരെ വിളിക്കാം, അങ്ങനെ ഒരു ഇന്ന സമയത്ത് മാത്രമേ അവർ ഫോൺ എടുക്കുള്ളൂ, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. എപ്പോൾ വിളിച്ചാലും അവർ ഹാപ്പിലി ഫോൺ എടുക്കുകയും അത് റെസ്പോണ്ട് ചെയ്യുകയും എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുമുണ്ടായിരുന്നു. നമ്മുടെ ലാൻഡിൻ്റെ ഒരു ഷേപ്പ് ആക്ച്വലി ഒരു നോർമൽ നമ്മൾ കാണുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പോ അങ്ങനെയുള്ളൊരു കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉള്ളൊരു ഷേപ്പായിരുന്നു. ആക്ച്വലി ഒരു ട്രപ്പീസിയം ഷേപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പിൽ അവർ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് വണ്ടി അകത്തിട്ട് തന്നെ വളച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ നമ്മൾ റിക്വയർമെൻറ്റിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എല്ലാം വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കാർ പോർച്ച് ആണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് ഒക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരാൻ സയൻസും കോൺസെപ്റ്റും നമ്മളെ ഒത്തിരി സഹായിക്കും. ഞങ്ങൾ ആദ്യം തന്നെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഓപ്പൺ കിച്ചൺ ഒത്തിരി സ്പേഷ്യസ് ആവണ്ട, കാരണം മെയിൻ കുക്കിംഗ് നടക്കുന്ന വർക്ക് ഏരിയയിൽ ആയതുകൊണ്ട്. അപ്പം അതനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യും. പിന്നെ എല്ലാത്തിനും ഹൈറ്റൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. സിങ്കിൻ്റെ ഒക്കെ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ചില വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് സിങ്കിൻ്റെ ഹൈറ്റൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. അതെല്ലാം കറക്റ്റ് പ്ലാൻ ചെയ്ത് രണ്ടും വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ജസ്റ്റ് ഒരു ബാൺ ഡോറും അതും വളരെ ഈസിലി ഓപ്പണബിൾ ആയിട്ടുള്ളൊരു ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. എനിക്ക് ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒന്ന് നമ്മുടെ ഈ ബെഡ്റൂംസ്. ആക്ച്വലി ഓരോ ബെഡ്റൂമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 4 ബെഡ്റൂംസും വളരെ നന്നായിട്ട് അതിൻ്റെ നമ്മുടെ ബെഡിൻ്റെ പുറകിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ബെഡ്റൂംസ് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പാഷ്യോം ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്ന് ഇരിക്കുമ്പം നല്ലൊരു കുറച്ച് പച്ചപ്പുള്ള ഏരിയയും കൂടി ആയതുകൊണ്ട് അവിടെ നിന്ന് അത് കാണാനൊരു പ്രത്യേക ഒരു ഭംഗി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കിഡ്സ് റൂം ഒരു ബെഡ്റൂംസിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. അവരുടെ ബെഡാണെങ്കിലും അതിൽ വന്നിരിക്കുന്ന ടെക്സ്ചർ വർക്ക്സ് ആണെങ്കിലും ഒക്കെ വളരെ ഇഷ്ടം. വരുന്ന നമ്മുടെ റിലേറ്റീവ്സ് വരുന്ന ആര് കണ്ടാലും കിഡ്സ് റൂം വളരെ എടുത്ത് പറയുന്നൊരു റൂമാണ് ആക്ച്വലി. കാണാൻ വന്ന എല്ലാവരും കിഡ്സ് റൂമിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. നമ്മൾ മനസ്സുദ്ദേശിച്ച ഒരു 100% നമ്മൾ മനസ്സുദ്ദേശിച്ച അതേ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഡിസൈനിങ്ങും എല്ലാം കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം കിട്ടിയിരുന്നത്.